അങ്ങനെ അവർ കുറച്ചു കാലം കൂടെ അവരുടെ സുവിശേഷ പ്രസംഗങ്ങൾ തുടർന്നു എങ്കിലും ജെറുസലേം ദേവാലയം തകരുകയും അവർ ലോകമെങ്ങും ചിതറിപ്പോവുകയും ചെയ്തതോടെ യഹൂദരുടെ സുവിശേഷ പ്രസംഗങ്ങൾ നിൽക്കുകയായിരുന്നു. ജെറുസലേമിൽ യഹൂദരും ഇല്ല, ദേവാലയവുമില്ല. എങ്കിൽ അവരിലൂടെ ജാതികൾ എങ്ങനെ രക്ഷിക്കപ്പെടും? ജാതികൾ ജെറുസലേമിലേക്കും യഹൂദരിലേക്കും ഒഴുകി എത്തേണ്ടതിനു പകരം യഹൂദർ ലോകമെങ്ങുമുള്ള ജാതികളുടെ അടുക്കിലേക്ക് ഒഴുകിപ്പോയി. അങ്ങനെ ദാനിയേൽ പ്രവചിച്ച 2 ശൂന്യങ്ങളിൽ ഒരു ശൂന്യ അവസ്ഥ നിറവേറുകയും ചെയ്തു. അവരുടെ തിരസ്കാരം മൂലം അവരുടെ പ്രോഗ്രാമിന്റെ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിൽ 2000-ഓളം വർഷങ്ങൾ നീളുന്ന ദീർഘമായൊരു കാലതാമസമുണ്ടായി. അവർക്കത് കാലതാമസത്തിന്റെ ദിവസങ്ങളും അവസാനം വരെ യുദ്ധങ്ങളുടെ ദിവസങ്ങളും ആണെങ്കിൽ നമുക്കത് വിശ്വാസത്താൽ രക്ഷ ലഭിക്കുന്ന ഈ കൃപാകാലമാണ്. യഹൂദർ ആദ്യം രക്ഷ സ്വീകരിച്ചിരുന്നു എങ്കിൽ അവരിലൂടെ ജാതികൾക്ക്